Good afternoon. Audible ആവുന്നില്ലേ വോയിസ്? ഓക്കെ, വെൽ, അറ്റൻഡൻസ് പറയൂ ഒന്ന്. നമ്പർ 1 അക്ഷയ്, അക്ഷയ്. അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, Present, sir. ഡൊമിനിക്, ഷീസ്, Present, sir. ആദിൽ, റോഷ്നി, Present, sir. Present, sir. ഷാരോൺ, ഷാരോൺ, ഓക്കെ, വിഷ്ണു, Present, sir. വൈഷ്ണവ്, Present, sir. ഓക്കെ ഓക്കെ. സോ നമ്മൾ 5th മൊഡ്യൂളാണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സെക്കൻഡ് ടോപ്പിക് ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എൻവയോൺമെന്റൽ എത്തിക്സ് ആണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ലെറ്റ് us കണ്ടിന്യൂ. മറന്നുപോയോ 5th മൊഡ്യൂള്? ഓക്കെ, സോ എൻവയോൺമെന്റൽ എത്തിക്സ്. അപ്പോൾ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞു എന്താണ്? ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പം എല്ലാത്തിനോടും നമുക്കൊരു എത്തിക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ നമ്മുടെ എൻവയോൺമെന്റിനോട് കാണിക്കേണ്ട ആ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എത്തിക്സിനെയാണ് നമ്മൾ ആക്ച്വലി എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഒരു രീതിയിൽ അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഇഷ്യൂസ് എന്ന് പറയുമ്പം മോറൽ ഇഷ്യൂസ്, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും അതുപോലെ ആ മോറൽ ഇഷ്യൂസിനോട് നമ്മുടെ ഓരോ ഹ്യൂമൻ ബീങ്സിനുള്ള അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അല്ലെ. ഓരോരാൾക്കും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബിലീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആ മോറൽ ഇഷ്യൂസിനോടുള്ള നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെയും ഓരോ ഹ്യൂമൻ ബീങ്സിന്റെയും പേഴ്സ്പെക്റ്റീവിനെ പറ്റിയിട്ടും ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. Okay, it is a study of moral issues concerning the environment and moral perspectives, beliefs or attitudes concerning those issues. So അതാണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹെക്ടിക് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ഇപ്പൊ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ ആൾക്കാരും എന്താണ്, നമ്മുടെ എൻവയോൺമെന്റിന് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, മോശമായിട്ട് രീതിയിൽ നമ്മളതിന് പല കാര്യങ്ങളും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു രീതിയിലും നമ്മൾ നമ്മളെ എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നില്ല അല്ലേ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് വളരെ റെലവെന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്, ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി കഴിഞ്ഞു അല്ലേ. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് കാര്യവും നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു എർത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ഇന്നത്തെ ഈ ഒരു ടൈമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം,
മെയിനായിട്ടും നിങ്ങൾ എഞ്ചിനീയേഴ്സിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണല്ലേ, നമ്മുടെ സൊസൈറ്റി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ്. കാരണം സൊസൈറ്റിയിലുള്ള പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് ആണ് അല്ലേ. സോ മെയിനായിട്ടും നിങ്ങളാണ് ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഈ എൻവിയോൺമെന്റിന്റെ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ എൻവിയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ ഇവിടെ ഉള്ളത്. That is, it has become important now that engineers design eco-friendly tools, machines, sustainable products, processes and projects. Yes, അതായത് ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണം, നമ്മുടെ എൻവിയോൺമെന്റിനെ കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻവിയോൺമെന്റുമായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ ജനറേഷൻ ആവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 10-15 വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു വിധത്തിൽ നമുക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണം, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസും മെഷീൻസും ഒക്കെ നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, അതിപ്പോൾ എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെയായിരിക്കണം, മാക്സിമം നമ്മുടെ എൻവിയോൺമെന്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. അതായത് എൻവിയോൺമെന്റിനെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എൻവിയോൺമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അല്ലെ. ഡീഗ്രേഡേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോയിറ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ, അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇനിയെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഒരു കാര്യത്തിൽ ഇന്നത്തെ ഒരു ടൈമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു എൻവിയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ എൻവിയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോറൽ ഇഷ്യൂസിനെ പറ്റിയിട്ടും അതിനോടുള്ള നമ്മുടെ ആൾക്കാരുടെ കൺസെപ്റ്റിനെ പറ്റിയിട്ടും ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് എൻവിയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് എൻവിയോൺമെന്റൽ എത്തിക്സിൽ മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ then നോക്കുക, engineers as experimenters have certain duties towards environmental ethics. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എക്സ്പെരിമെന്റേഷൻ പ്രോസസ് ആണല്ലേ. ഒരു എക്സ്പെരിമെന്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എഞ്ചിനീയറിംഗിന്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെയുള്ള ഓരോ എഞ്ചിനീയേഴ്സും എന്താണ്, എക്സ്പെരിമെന്റേഴ്സ് ആണ് അല്ലേ. സോ ആസ് ആൻ എക്സ്പെരിമെന്റർ നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന് ഈ എൻവിയോൺമെന്റിനോടുള്ള സെർട്ടൻ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ എൻവിയോൺമെന്റൽ എത്തിക്സിനോടുള്ള സെർട്ടൻ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടീസ് ആസ് ആൻ എക്സ്പെരിമെന്റർ, യുവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് എൻവിയോൺമെന്റൽ എത്തിക്സ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ്, യു ക്യാൻ സീ ഹിയർ, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. സോ ഞാൻ റീഡ് ചെയ്യാം. വൺ മേജർ ബട്ട് ഷുവർ ആൻഡ് അൺഇൻറ്റൻഡഡ് ഇഫക്റ്റ് ഓഫ് ടെക്നോളജി ഈസ് wastage and the resulting pollution of land, water, air and even space. So study how the industry and technology affect the environment. Okay, അപ്പോൾ ആസ് ആൻ എക്സ്പെരിമെന്റർ നിങ്ങളുടെ ആദ്യത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് എന്ത്, എൻവിയോൺമെന്റൽ എത്തിക്സിനോടുള്ള നിങ്ങളുടെ ഒരു പ്രൈം ഡ്യൂട്ടിയാണ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എൻവിയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും നമ്മുടെ എൻവിയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നുണ്ട് അല്ലേ. അതിപ്പം എല്ലാ രീതിയിലും, അതിപ്പം ലാൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർ ആയിക്കോട്ടെ, ആൻഡ് ഈവൻ സ്പേസ് ആയാലും എന്താണ്, പല രീതിയിലും എല്ലാ ഫീൽഡിലും എന്തുണ്ട്, ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആസ് ആൻ എക്സ്പെരിമെന്റർ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് കാര്യം ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് എന്ത് എന്ന് പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ എൻവിയോൺമെന്റ് പൊല്യൂട്ടഡ് ആവുന്നത്, അല്ലെങ്കിൽ ഹൗ ദീസ് പൊല്യൂഷൻസ് ആർ ഒക്കറിങ്, എങ്ങനെയൊക്കെയാണ് ഈ പൊല്യൂഷൻസ് ഒക്കർ ചെയ്യുന്നത്, ഇത് ഏതൊക്കെ ഫീൽഡിൽ നിന്നാണ് ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എൻവിയോൺമെന്റിനെ ഇഫക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് അസസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഈ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഏതൊക്കെ രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസ്, ഏതൊക്കെ ടെക്നോളജീസ് കൊണ്ടാണ് നമ്മുടെ എൻവിയോൺമെന്റ് മാക്സിമം പൊല്യൂട്ട് ആവുന്നത്, അതെങ്ങനെയൊക്കെയാണ് പൊല്യൂട്ട് ആവുന്നത് എന്നതിനൊക്കെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഒരു അസസ്മെന്റ് നടത്താം. അതാണ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് ആൻ എക്സ്പെരിമെന്റർ നിങ്ങളുടെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് എന്ത്, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. സോ അതെന്താ മീൻ ചെയ്യുന്നത്, ഈ ഒരു അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് വേണം, യു ഹാവ് ടു ബ്രിങ് എ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ, ഓർ യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡർഡൈസേഷൻ.
അതായത് എന്താണ്, സ്റ്റഡി ആൻഡ് ടു ഫിക്സ് ദ ടോളറബിൾ ആൻഡ് ആക്ച്വൽ പൊല്യൂഷൻ ലെവൽസ്. അതായത് ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതിൽ എന്ത് ചെയ്തു, ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അല്ലെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നത് എന്നതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അസസ്മെന്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ എന്താണ്, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. അതായത് എന്ത് വേണം, ഈ അസസ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണം, യു ഹാവ് ടു ബ്രിങ് അപ്പ് എ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം എന്താണ്, നിങ്ങൾ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടും ആ പൊല്യൂഷന്റെ ലെവലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എത്ര ലെവലിലാണ് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ആ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ആ ഒരു പൊല്യൂഷൻ ലെവല് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആൻഡ് അതല്ലാതെ നമുക്ക് എന്തുകൂടെ അറിയാം, നമ്മുടെ എൻവയോൺമെന്റിന് മാക്സിമം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊല്യൂഷൻ ലെവൽ ഉണ്ടാവും അല്ലെ. ആ ഒരു ടോളറബിൾ ലെവൽ കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ടോളറബിൾ ലെവലിനെയും അതുപോലെ തന്നെ നിങ്ങൾ അസസ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ലെവലും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. ആ രണ്ട് പൊല്യൂഷൻ ലെവൽസും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്തിട്ട് കിട്ടിയ പൊല്യൂഷൻ ലെവലും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് താങ്ങാൻ പറ്റുന്നൊരു ലെവൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആസ് എൻ എക്സ്പെരിമെന്റർ എൻവയോൺമെന്റൽ എത്തിക്സിനോട് അല്ലെ എൻവയോൺമെന്റിനോട് നിങ്ങളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് കൗണ്ടർ മെഷേഴ്സ്. Study what the protective or eliminating measures are available for immediate implementation. യെസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം അസസ്മെന്റ് ചെയ്തു. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്തു, അതിന് അസസ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നു അല്ലെ. ദെൻ അതിന് ശേഷമുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഇനി ഏതൊക്കെ രീതിയിൽ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ പ്രോബ്ലംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ആ ഒരു തേർഡ് ഡ്യൂട്ടി, കൗണ്ടർ മെഷേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെങ്കിൽ ആക്ഷൻസ് കൊണ്ടുവരും. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ തേർഡ് ഡ്യൂട്ടി. ദെൻ യുവർ ഫോർത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെന്റൽ അവയർനെസ് ആണ്. അത് നമുക്കിപ്പോൾ അറിയാം അല്ലേ, നമ്മളിപ്പം എത്ര തന്നെ നമ്മളിപ്പം ആക്ഷൻസ് കൊണ്ടുവന്നാലും നമ്മളിവിടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തിയും വിചാരിക്കാണ്ട് ഒരിക്കലും എന്ത് സാധ്യമാവില്ല, നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സേവ് ചെയ്ത് നിർത്താൻ പറ്റില്ല അല്ലെ. നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവന്നാലും ഓരോ വ്യക്തിയും ഓരോ ഹ്യൂമൻ ബീയിങ്ങും വിചാരിക്കണം അല്ലെ, അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു തോന്നൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോസസ്സ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ഫോർത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു അവയർനെസ് കൊടുക്കുക. അതായത് സ്റ്റഡി ഓൺ ഹൗ ടു എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ ഓൺ എൻവയോൺമെന്റൽ പ്രാക്ടീസസ്, ഇഷ്യൂസ് ആൻഡ് പോസിബിൾ റെമഡീസ്. അതായത് എന്ത് വേണം, നമ്മുടെ പബ്ലിക്കിനോട് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനോട് എന്ത് വേണം, അവർക്കൊരു അവയർനെസ് കൊടുക്കണം അല്ലെ. അതായത് ഇതുപോലെയുള്ള മെഷേഴ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങളും കൂടെ അതിനോട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ആ രീതിയിൽ എന്ത് വേണം, നിങ്ങൾ പീപ്പിൾസിനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കണം. സോ അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എൻവയോൺമെന്റൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അവരുടെ കൂടെ ആ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ അവയർനെസ് കൊടുക്കുക എന്നുള്ളതും എന്താണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആസ് എൻ എക്സ്പെരിമെന്റർ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടും എൻവയോൺമെന്റൽ എത്തിക്സിനോടുള്ള നിങ്ങളുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന കാര്യം. മെയിനായിട്ട് 4 ഇവിടെ പറയുന്നുണ്ട്, സിലബസിൽ 4 പറയുന്നുള്ളൂ കേട്ടോ. ആസ് എൻ എക്സ്പെരിമെന്റർ ഈ ഒരു എൻവയോൺമെന്റിനോട് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സിനുള്ള ഡ്യൂട്ടീസ്. ഫസ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആണ്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നത് എന്നതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. അതായത് അസസ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു പൊല്യൂഷൻ ലെവലും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് താങ്ങാൻ പറ്റുന്ന ഒരു ലെവലും ഉണ്ടാവും അല്ലെ. സോ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ബ്രിങ് ചെയ്യുക. അതാണ് നിങ്ങളുടെ സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഈ ഒരു എൻവയോൺമെന്റിനെ ഇതുപോലെയുള്ള പൊല്യൂഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള മെഷേഴ്സ് ആണ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
അല്ലെങ്കിൽ ആ മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ തേർഡ് ഡ്യൂട്ടി. ആൻഡ് യുവർ ഫൈനൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ, ഈ എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ടും അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുക? പബ്ലിക്കിന് നല്ലൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ഫോർത്ത് ഡ്യൂട്ടീസ്. ഓക്കെ, ഇത്രയും 4 മെയിൻ ആയിട്ട് നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് നമ്മുടെ 5th മൊഡ്യൂൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് വായിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഐ തിങ്ക് ഈ പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലായാലും അല്ലെങ്കിൽ നമ്മൾ ജനറലി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. കോസസ് ഫോർ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, സോ എൻവയോൺമെന്റൽ പൊല്യൂഷനുള്ള കോസസ് അല്ലേ, ഒരുപാട് കോസസ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. പല രീതിയിലും നമ്മുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ടഡ് ആവുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് മാത്രം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിനും ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് കോസസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ, then e-waste disposal, then industrial waste disposal, depletion of ozone layer and acid rain. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നതിലുള്ള ഒരു വലിയൊരു റീസൺ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക്കിന്റെ എക്സസ് ആയിട്ടുള്ള യൂസേജ് തന്നെയാണ് അല്ലേ. അതാണ് നമ്മുടെ എൻവയോൺമെന്റിന് ഒരു പരിധിവരെ നാശത്തിലേക്ക്, ഡിസ്ട്രക്റ്റിലേക്ക് കൊണ്ടുപോകണത് അല്ലേ. സോ അതാണ് നമ്മുടെ ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ഏറ്റവും നമ്മൾ പ്രൈമായിട്ട് പറയേണ്ട ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് തന്നെയാണ് അല്ലേ. പിന്നെ എന്താണ് മറ്റൊന്നെന്ന് പറയുന്നത്? ഇ വേസ്റ്റ് ആണ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടാ. ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇ വേസ്റ്റ് ഡിസ്പോസൽ ആണ് അല്ലേ. ഇ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെക്നോളജിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന പല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ അതാണ് ഈ ഒരു ഇ വേസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിധി വരെ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷന് റീസൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന കൈൻഡ് ഓഫ് വേസ്റ്റും കാര്യങ്ങളും. പിന്നെ എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ. അതായത് നമ്മുടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ, പല തരത്തിലുള്ള, പല ഫീൽഡിലും പല രീതിയിലുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഓരോ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡേ ബൈ ഡേ ആയിട്ട് പല രീതിയിലുള്ള, പല എമൗണ്ടിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പല ഇൻഡസ്ട്രിയിൽ നിന്നും പല രീതിയിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിധി വരെ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷന് റീസൺ ആവുന്നുണ്ട് അല്ലെ. പിന്നെയുള്ള ഒന്നാണ് എന്ത്? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ അല്ലെ. എന്താണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ എർത്തിനെ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഷീൽഡാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത് അല്ലെ. വളരെ തിക്കായിട്ടുള്ള ഒരു ഷീൽഡാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ആ ഓസോൺ ലെയറിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ തിക്നെസ് ഇപ്പം കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിഡ്യൂസ് ചെയ്ത് വരുവാണ് അല്ലെ. അതായത് നമ്മുടെ ഓസോൺ ലെയർ തിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് തന്നെയാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ പല രീതിയിലുള്ള പ്രവൃത്തികളും തന്നെ എന്ത് സംഭവിക്കുന്നത്? ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്നു അല്ലെ. അതായത് മെയിൻ ആയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസിനും ഒക്കെ പുറന്തള്ളുന്ന എന്തുണ്ട്? പല രീതിയിലുള്ള ഗ്യാസസ് ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ എക്സിബിറ്റ് ചെയ്യുന്നു അല്ലെ, എയറിലേക്ക് നമ്മൾ പുറന്തള്ളുന്നു. അപ്പൊ അതെന്ത് ചെയ്യും? ഈ എയറിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരെ മൂവ് ചെയ്യും. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് റീസൺ ആവുന്നുണ്ട്. അതായത് ഇതുപോലെയുള്ള ഗ്യാസസ് നമ്മുടെ എയറിലേക്ക് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഇത് എയറിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്നത് അല്ലെ. ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറഞ്ഞു വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യും അല്ലെ. ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ എർത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അത് പിന്നെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും.
മെയിനായിട്ടും നമ്മുടെ ഹ്യൂമൻ ബീങ്സിനാണ് ഇത് വളരെ മോശമായിട്ട് എഫക്ട് ചെയ്യുന്നത് അല്ലേ. പല രീതിയിലുള്ള സ്കിൻ ക്യാൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതാണ് ഈ അൾട്രാ വയലറ്റ് റേസ് അല്ലേ. അപ്പം അത് വലിയ രീതിയിൽ നമ്മൾ എഫക്ട് ചെയ്യും. and അതിൻ്റെ കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ വളരെ മോശമായിട്ട് ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനും എന്തിന് കാരണമാവുന്നുണ്ട്, പിന്നെയും പല രീതിയിലുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ എന്നുള്ളത്. ഓക്കെ, ദെൻ പിന്നെയുള്ളതാണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനും ഐ തിങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആസിഡ് റെയിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ലേ? ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ആക്ച്വലി? അതും ഇതുപോലെ തന്നെയാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ, പല രീതിയിലുള്ള വ്യവസായശാലകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അവിടെ നിന്നൊക്കെ പുറന്തള്ളുന്ന ഈ പല രീതിയിലുള്ള ഗ്യാസസ്, മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഈ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ്, അതുപോലെയുള്ള ഈ ഗ്യാസസ് ഒക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പുറന്തള്ളുന്ന സമയത്ത് ഇവ എന്ത് ചെയ്യും, നമ്മുടെ എയറിലുള്ള ഓക്സിജനും അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. സോ ആ അങ്ങനെ ഉണ്ടാവുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ കാരണം അവിടുന്ന് എക്സിബിറ്റ് ചെയ്യുന്നത് പല രീതിയിലുള്ള അസിഡിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആയിരിക്കും അവിടുന്ന് പുറന്തള്ളപ്പെടുക. ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം ആ കെമിക്കൽ റിയാക്ഷൻ കാരണം അവിടുന്ന് പുറത്തു വരുന്നത് എന്തായിരിക്കും, പല രീതിയിലുള്ള അസിഡിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആയിരിക്കും. ആ അസിഡിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ് പിന്നീട് ആസിഡ് റെയിൻ ആയിട്ട് നമ്മുടെ എർത്തിലേക്ക് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റിനെ ഇഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് മെയിനായിട്ട് ഇഫക്ട് ചെയ്യുന്നത് നമ്മുടെ വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ അക്വാറ്റിക് എൻവയോൺമെന്റ് ഇല്ലേ, അതായത് നമ്മുടെ ജലസ്രോതസ്സുകൾ, മെയിനായിട്ട് നമ്മുടെ പുഴകളും നദികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ രീതിയിൽ പൊല്യൂട്ട് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫിഷസ് അല്ലേ, നമ്മുടെ അക്വാറ്റിക് ലൈഫിൽ പറയുമ്പം അവിടെ പറയേണ്ട കാര്യമാണ് നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഷസും അതുപോലെയുള്ള ഈ എന്താണ് നമ്മുടെ ജലസ്രോതസ്സുകളിൽ ജീവിക്കുന്ന ഈ പല കൈൻഡ് ഓഫ് ആനിമൽസ് ഇല്ലേ, അപ്പൊ അവയുടെയൊക്കെ നാശത്തിന് കാരണമാവുന്ന ഒന്നാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ആസിഡ് റെയിൻ തന്നെയാണ്. അതായത് ഈ ആസിഡ് കണ്ടന്റ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ എർത്തിലേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ ഈ സോയിൽ മണ്ണിലെ അലൂമിനിയം കണ്ടന്റ് ഇല്ലേ, ഈ അലൂമിനിയം കണ്ടന്റിനൊക്കെ എന്ത് ചെയ്യും, ഈ ആസിഡ് റെയിൻ അവിടുന്ന് അബ്സോർബ് ചെയ്യും. ഈ ആസിഡ് റെയിൻ നമ്മുടെ മണ്ണിലേക്ക് വീഴുന്ന സമയത്ത് അവിടെയുള്ള അലൂമിനിയം കണ്ടന്റൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതങ്ങ് പുറത്തേക്ക് വിടും. ഇപ്പം നമ്മുടെ സോയിലിന്റെ പൊല്യൂഷനും ഒരു പരിധിവരെ കാരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ആസിഡ് റെയിൻ തന്നെയാണ്. സോ എൻവയോൺമെന്റൽ പൊല്യൂഷനെ പറ്റിയിട്ട് പറയുമ്പം നമ്മൾ മെയിനായിട്ടും പറയേണ്ട ഒരു കോസ് തന്നെയാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ ഒരുപാട് കോസസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, എഞ്ചിനീയേഴ്സ് നീഡ് ടു ഷോ സം റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ എൻവയോൺമെന്റ് ആൻഡ് ഷുഡ് ബി എത്തിക്കൽ ഇൻ ദെയർ അപ്രോച്ച് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. Organization should support the activities that promote environment protection. Okay, അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണുള്ള റീസൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ അല്ലെങ്കിൽ ഇതിനൊക്കെ മെയിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഇനി വർക്ക് ചെയ്യേണ്ട ആൾക്കാർ ആരാണ്, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത്, കാരണം നിങ്ങളാണ് പബ്ലിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഷോ സം റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി എൻവയോൺമെന്റ്. നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും എത്തിക്കൽ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ആ ഒരു എത്തിക്കൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിനെ നമുക്ക് കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അല്ലേ. കാരണം നിങ്ങളല്ലേ സൊസൈറ്റിയിൽ പല രീതിയിലുള്ള ബിൽഡിങ്സും അല്ലെങ്കിൽ പ്രോസസ്സും പ്രൊജക്റ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാണല്ലേ, എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ നിങ്ങളാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ആൾക്കാർ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എൻവയോൺമെന്റിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് പോസിബിൾ ആവുള്ളൂ, നമ്മുടെ കമ്മിങ് ജനറേഷനിലൂടെ നമ്മുടെ ഈ ഒരു എർത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത്രയാണ് മെയിനായിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ എത്തിക്സിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. എൻവയോൺമെന്റൽ എത്തിക്സ് എന്താണ്, ആൻഡ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സിനുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം, അത്രയും കാര്യങ്ങളെ ആ ഒരു സെക്ഷനിൽ വരുന്നുള്ളൂ. ക്ലിയർ ആണോ? എന്താണ് എൻവയോൺമെന്റൽ എത്തിക്സ് മീൻ ചെയ്യുന്നത്,
ആൻഡ് ടുവേർഡ്സ് ദി എൻവയോൺമെന്റൽ എത്തിക്സ് എന്തൊക്കെയാണ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ്. ഇത്രയും കാര്യങ്ങളെ അവിടെ നിങ്ങൾ മെയിൻ ആയിട്ടും നോക്കേണ്ടതുള്ളൂ. ക്ലിയർ ആണോ? Okay, so that's all about engineering, environmental ethics. So ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ ബിസിനസ് എത്തിക്സ് ആണ്. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് എത്തിക്സ് പറഞ്ഞ പോലെ തന്നെ വേറൊരു ഫീൽഡാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. Ethics means the set of rules or principles that the organization should follow. While in business, ethics refers to a code of conduct that businesses are expected to follow while doing business. സോ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലായാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇപ്പം ഏതൊരു ബിസിനസ് ആയാലും ആ ബിസിനസ് ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ കാര്യങ്ങളുണ്ട്. അതായത് ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ മോറൽ വാല്യൂസ് നമുക്ക് പറയാം. അതിപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ മോറൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ച്വലി ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു എ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് ബിസിനസ്സസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ വൈൽ ഡൂയിങ് ബിസിനസ്. ഏതൊരു ബിസിനസ് ഫീൽഡ് ആയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ച്വലി ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബിസിനസ് എത്തിക്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ എത്തിക്കലായിട്ട് നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന ഒരു കാര്യം. ഏതൊരു ബിസിനസ് ഫീൽഡ് ആയാലും അവിടെ ഫോളോ ചെയ്യേണ്ട ആ ഒരു ബിസിനസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ആ ഒരു മോറൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. Then നോക്കുക, an organization is expected to follow certain ethical values in its functioning, establishment, employee welfare, operations, environmental factors, waste management, and the issues related to people living around, etc. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലേ. ഏതൊരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. അതിപ്പോ ഏത് കാര്യത്തിലായാലും, ആ ഒരു ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ്ങിലായാലും അല്ലെങ്കിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലായാലും അല്ലെങ്കിൽ എംപ്ലോയി വെൽഫെയർ, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വെൽഫെയറിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആ കമ്പനിക്ക് പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റിന്റെ കാര്യത്തിലായാലും, അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും ആ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ എത്തിക്കൽ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സെർട്ടൈൻ എത്തിക്കൽ മാനേഴ്സ് ഉണ്ടല്ലേ. അതെല്ലാ ഓർഗനൈസേഷനും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, then these factors affect the reputation of the company and indirectly affect the values of its share in the global market. Through ethics, a standard is set for the organization to regulate their behavior. This helps them in distinguishing between the wrong and right part of the businesses. അപ്പൊ ഏതൊരു ബിസിനസ് ഫീൽഡ് ആയാലും എന്ത് വേണം, അവിടെ മസ്റ്റ് ആയിട്ടും അവർ ഒരു എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബിസിനസ് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വളരെ എത്തിക്കലായിട്ട് അല്ലെങ്കിൽ മോറലി റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യം ഏതാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം ഏതാണെന്ന് കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ ഈ ഒരു എത്തിക്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ബ്രീഫായിട്ട് പറഞ്ഞാൽ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയും. ഏതൊരു ബിസിനസ് ആയാലും അവർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ആ ഒരു സെർട്ടൈൻ മോറൽ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. അപ്പൊ അതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബിസിനസ് എത്തിക്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, എന്ത് പോസിബിൾ ആവുള്ളൂ, ആ ബിസിനസ്സിന് വളരെ കറക്റ്റായിട്ട് എത്തിക്കലി കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതാണ് വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെയുള്ളത് വൈ ബിസിനസ് എത്തിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ നെസസിറ്റി എന്നത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് റീസൺസ് പറയാൻ പറ്റും. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 റീസൺസ് ആണ് ഞാനിവിടെ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയേണ്ട റീസൺ എന്ന് പറയുന്നത് നോക്കാം. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇറ്റ് കീപ്സ് ദ ബിസിനസ് വർക്കിംഗ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദി ലോ, ensuring that they aren't committing crimes against their employees, customers, consumers at large or other parties. Okay. അപ്പോൾ എന്തുകൊണ്ടാണ് ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇപ്പം ഏതൊരു ബിസിനസ് ആയാലും അവർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു മോറൽ വാല്യൂസ് ആണ് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ? അപ്പോ ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു മോറൽ വാല്യൂസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, പല രീതിയിലുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കും അല്ലേ? അതിപ്പോ ആരുടെ കേസായാലും നമ്മൾ എന്ത് ചെയ്യും, നിയമത്തിനെതിരായിട്ടും നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിന് അഗെയിൻസ്റ്റ് ആയിട്ടും കസ്റ്റമേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഇല്ലാണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ നമുക്ക് മസ്റ്റായിട്ടും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഇഷ്യൂസ് നമുക്ക് ഒരു ലിമിറ്റ് വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ബിസിനസ് എത്തിക്സിന്റെ ഏറ്റവും പ്രൈമായിട്ട് നമ്മൾ പറയേണ്ട ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ബിസിനസ് ഫീൽഡിലായാലും അവിടെ ഉണ്ടായിരിക്കാൻ ചാൻസുള്ള ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ? അപ്പൊ അത് ഒരു പരിധി വരെ തടയണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് എന്ത് വേണം, ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അതാണ് അവിടുത്തെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് പറയുന്ന ഒരു കാര്യം. Then second one, businesses can also build trust between the business and consumers. If consumers feel that a business can be trusted, they will be more likely to choose that business over its competitors. Some businesses choose to use certain aspects of business ethics as a marketing tool, particularly if they decide to highlight a popular social issue. അപ്പം നമുക്കറിയാം അല്ലെ, ഇപ്പം ബിസിനസ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡീലിങ്സ് വരുന്ന ഒരു ഫീൽഡാണ് ബിസിനസ് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ഓണറും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ ഉള്ള മസ്റ്റായിട്ടും വരും, ഒരു ട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഈ ബിസിനസ് എന്തായിരിക്കണം, മസ്റ്റായിട്ടും ആ ഒരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം അല്ലെ? അങ്ങനെ ഒരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഹെൽത്തിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ? കാരണം നമ്മൾ അങ്ങനെ ഒരു എത്തിക്സ് ഫോളോ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഈ കൺസ്യൂമേഴ്സിന് എന്തുണ്ടാവും, നമ്മുടെ മുകളിലൊരു ട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂടും അല്ലെ? അവർക്ക് നമ്മുടെ മുകളിൽ ഒരു ഹോപ്പ് ഉണ്ടാവും അല്ലെ? സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് എത്തിക്സിനെ നമുക്ക് മാർക്കറ്റിംഗ് ടൂളായിട്ട് നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പല രീതിയിലും നമ്മുടെ മാർക്കറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബിസിനസ് എത്തിക്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നെസസിറ്റി എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സുമായിട്ടുള്ള റിലേഷൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then third one, being an ethical business is also highly appealing to investors and shareholders. They will be more likely to sink more money into the company. അത് നമ്മളിപ്പം പറഞ്ഞ റീസണായിട്ട് വരുന്ന കാര്യം തന്നെയാണ് അല്ലെ? അതായത് നമ്മളിപ്പം ഈ ഒരു എത്തിക്കൽ ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്തിക്കലി പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കുറച്ചുകൂടി ഒന്ന് കൂടും അല്ലെ? നമ്മൾ എത്തിക്കലി കറക്റ്റ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ മേലെ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതും എന്ത് ചെയ്യും, ഒരു പരിധി വരെ നമ്മുടെ ബിസിനസ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും നമുക്ക് മസ്റ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എന്താണ്, ബിസിനസ് എത്തിക്സ് ക്യാൻ ഓൾസോ ബി ബെനിഫിഷ്യൽ ഫോർ ദി ബിസിനസ് എംപ്ലോയീസ് ആൻഡ് ഓപ്പറേഷൻസ്. Attracting top talent is significantly easier for ethical businesses. അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ? കാരണം എത്തിക്കലി
കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എത്തിക്സിന് ഇമ്പോർട്ടൻസ്, ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും കൂടുതലായിരിക്കും അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ എത്തിക്കലി ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ പോകാൻ പറ്റും, നമ്മൾ കൂടെ വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടാവും അല്ലേ. സോ അതുപോലെയുള്ള എന്താണ് ഈ അട്രാക്റ്റിംഗ് ടോപ്പ് ടാലൻറ്റ്, നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ നെസസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത്? ഒന്നുമില്ലടാ, നമ്മൾ മുന്നേ കുറേ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു വേർഷൻ്റെ ഉള്ളൂ. ഏതൊരു ബിസിനസ് ആയാലും ആ ബിസിനസ് ഫോളോ ചെയ്യേണ്ട സെർട്ടൈൻ മോറൽ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോഡ്സ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പല രീതിയിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആയോ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം? ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ക്ലിയർ ആവുന്നില്ലേ മക്കളെ? ഓക്കെ, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ പണ്ടേ പറയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ഓക്കെ, പിന്നെ അതുകൂടി ഒന്ന് നോക്കുക, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊരു ബിസിനസ് ആയാലും ഫോളോ ചെയ്യേണ്ട ഒരു മോറൽ വാല്യൂസ് ഉണ്ട്, അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ് എത്തിക്സ് നമ്മൾ പറയുന്ന സമയത്ത് ഈ ബിസിനസ് എത്തിക്സിൻ്റെ മെയിനായിട്ടും 7 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ ഈസ് ഓണസ്റ്റി, സെക്കൻഡ് വൺ ഇൻറ്റഗ്രിറ്റി, തേർഡ് വൺ പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്, ഫോർത്ത് വൺ ലോയൽറ്റി, ദെൻ ഫിഫ്ത്ത് വൺ ഫെയർനെസ്, സിക്സ്ത് വൺ കൺസേൺ ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ദെൻ സെവൻത്ത് വൺ ലോ എബിഡിങ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു 7 ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓണസ്റ്റി നമുക്കറിയുന്ന കാര്യമാണ്, പിന്നെ ഇൻറ്റഗ്രിറ്റി ഉണ്ട്, പിന്നെ പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൺസ്യൂമേഴ്സുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഒരു ട്രസ്റ്റ്, അതാണ് പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ലോയൽറ്റി, ഫെയർനെസ്, നമ്മുടെ ഡീലിങ്സ് എപ്പോഴും എന്തായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്, അതാണ് ഫെയർനെസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ കൺസേൺ ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ലോ എബിഡിങ്, എപ്പോഴും ലോനെ എബൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടത് അല്ലേ. അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൂടെ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഒരു കുറച്ച് പോയിന്റ്സ് കൂടെ പറയാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ടൈം ആയില്ലേ ഓൾറെഡി? അപ്പോൾ ക്ലിയർ ആയിട്ടില്ല ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് എൻവയോൺമെന്റൽ എത്തിക്സും അതുപോലെ തന്നെ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.